സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചുണ്ടിലെരിയുന്ന സിഗരറ്റും നാവിനടിയിൽ തിരുകലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്ക്കലും ആണത്തമാണെന്ന് മീഡിയക്കാരൻ പഠിപ്പിക്കുമ്പോ പോയി പണിയൊക്കെ പറയണം. അതേത് സിനിമാ നടനാണെങ്കിലും അതേത് പരസ്യ മോഡലുകളാണെങ്കിലും. കാരണം നമ്മളെ മക്കളെ എത്രമാത്രം നശിപ്പിച്ചു എന്നതിന്റെ ലക്ഷണങ്ങളാ ഇക്കഴിഞ്ഞ ദിവസം പോലും നല്ല ഡിഗ്രി വാങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വന്തം വല്യുപ്പാന്റെയും വല്യുമ്മാന്റെയും കഴുത്തറുത്ത് തീന്മേശയിൽ വെച്ച് ലഹരി ഇല്ലാത്തതിന്റെ പേരിൽ അക്രമാസക്തനായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ലഹരി മക്കളെ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തി നൽകുകയില്ല. നിങ്ങളൊക്കെ ഒരു വാപ്പന്റെയും എന്റെയും വലിയ സ്വപ്നങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങൾ ജനിക്കുന്നതിന്റെ മുൻപേ സ്വപ്നം കണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ദുനിയാവിലെ ഏക സൃഷ്ടികൾ നിങ്ങൾക്ക് ജന്മം തന്ന വാപ്പയും വയ്യാണ്. ഇപ്പോഴും ഈ തണുപ്പത്ത് നിങ്ങൾ ഇരിക്കുമ്പോ കത്തിയാളുന്ന വെയിലത്ത് റോഡ് വക്കിൽ കാലിന്റെ നീര് സഹിച്ച് ഓറഞ്ച് മുക്കുന്നവനും ഒരു കുടുംബമുണ്ട്. ബസ്സുകളിൽ കീറിപ്പായുന്ന ബസ്സുകൾക്കുള്ളിൽ തണ്ടും തടിഞ്ഞും കൊമ്പികളിലേക്ക് കൂട്ടിയിടിച്ചും തന്റെ ടിക്കറ്റ് കൊടുക്കുന്നവനും ഒരു കുടുംബമുണ്ട്. വൈകുന്നേരം പകലത്തിയോടെ 3 മണിക്ക് എഴുന്നേറ്റ് ഒരു മീൻ കൊട്ടയും എടുത്ത് കുടുംബ പോറ്റാൻ ഇറങ്ങുന്നവന്റെ മനസ്സിലും മക്കളുണ്ട്, കുടുംബമുണ്ട്. ഒരു വാപ്പയമ്മയും മനസ്സറിഞ്ഞ് ജീവിച്ചതുകൊണ്ടാ നിങ്ങൾക്ക് ഇത്ര ധൈര്യത്തിൽ ജീവിക്കാൻ പറ്റുന്നതെങ്കിൽ ആ രക്ഷിതാക്കളെ ലഹരി കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കരുത്, സങ്കടപ്പെടുത്തരുത്. ജന്മം തന്ന റബ്ബിനോടും ജനിപ്പിച്ച മാതാപിതാക്കളോടും നമ്മൾ തിരിച്ചു ചെയ്യേണ്ട ഏറ്റവും വലിയ മാന്യത, നമുക്ക് ജന്മം തന്നു എന്ന കാരണത്തിന്റെ പേരിൽ ഒരു നാടും ഒരു വീടും നമുക്ക് വേണ്ടി കരയാൻ പാടില്ല. നന്മണ്ടത്തെ ആളുകൾ ഇന്നോർത്ത് കരയുന്നതും പെരുമ്പാവൂരിലുള്ള ആളുകൾ നിങ്ങളെ ഓർത്ത് കരയുന്നതും നാണക്കേടാണ്. അത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മാത്രമല്ല, ഈ നാടിന് നാണക്കേടാണ്. അതില്ലാതിരിക്കാൻ ലഹരിയിൽ നിന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്.